2024 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റുകളായ 15 സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ 15 ജസ്റ്റ് പൊസിഷൻ ചെയ്തു എന്നുള്ളൂ. ഇതിന്റെ എന്താ പറയാ, പലർക്കും ഇത് പല രീതിയിലായിരിക്കും ഫീൽ ചെയ്തിരിക്കുക. നിങ്ങളുടെ മികച്ച ചിത്രം എന്താണെന്നുള്ളത് കമന്റിൽ ഇടുക. ഞാൻ 15ാം സ്ഥാനത്ത് കാണുന്നത് മലൈക്കോട്ടെ വാലിബൻ. മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ അത്ര കണ്ട് സക്സസ് ആയില്ല. എന്നിരുന്നാൽ തന്നെ അതിന്റെ വിഷ്വൽ എസ്തെറ്റിക്സ്, അതുപോലെ തന്നെ കഥ പറഞ്ഞ സ്ലോ നറേഷൻ, അമർചിത്രകഥ രീതി, ആ രീതിയിൽ നോക്കുമ്പോൾ മലയാളത്തിൽ വേറിട്ട ഒരു അനുഭവമായിരുന്നു ഈ LJP ചിത്രം സമ്മാനിച്ചത്. പിന്നെ മോഹൻലാലിന്റെ മല്ലനായിട്ടുള്ള ഒരു പകർന്നാട്ടം, സിനിമ അത്ര കണ്ട് വിജയിക്കാത്തത് കൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഈ പ്രകടനത്തെയും കൂടുതൽ പേര് അംഗീകരിക്കുന്നില്ല. മോഹൻലാല് ഇതിലും വലിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മല്ലനായി വേറൊരു നടനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ആ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ എന്താ പറയാ, ഒരു ഫിക്ഷണൽ, ഒരു പഴയകാല അനുഭവം, പഴയകാല കഥ പറഞ്ഞ, അമർചിത്ര കഥ പറഞ്ഞ, അതുപോലെ തന്നെ 70s ബോളിവുഡ് സ്റ്റൈൽ പിടിച്ചു പറഞ്ഞ ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മലൈക്കോട്ടെ വാലിബൻ ഒരു മികച്ചൊരു ദൃശ്യാനുഭവമാണ് തിയേറ്ററിൽ സമ്മാനിച്ചത്. 14ാം സ്ഥാനത്തേക്ക് ഞാൻ കാണുന്നത് ഒരു ചിൽഡ്രൻസ് ഫിലിം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ചിൽഡ്രൻസ് ഫിലിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിൽഡ്രൻസ് ഫിലിമിൽ കാണാൻ പോകുന്ന നമ്മൾ മുതിർന്നവരെയും കൂടി ആ സിനിമ പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ നൊസ്റ്റാൾജിയയിലേക്കും കൂടി കൊണ്ടുപോകുമ്പോഴാണ് ചിൽഡ്രൻസ് ഫിലിം എന്നുള്ള രീതിയിൽ അത് കൂടുതൽ അപ്പീലിംഗ് ആവുന്നത്. അത്തരത്തിൽ വന്ന ഒരു സിനിമയായിരുന്നു പല്ലോട്ടി 90s കിഡ്സ് എന്ന ജിതിൻ രാജ് സംവിധാനം ചെയ്ത മൂവി. ഈ സിനിമ പിന്നീട് ബെസ്റ്റ് ചിൽഡ്രൻസ് ഫിലിം, ചൈൽഡ് ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള പല അവാർഡുകളും ഈ സിനിമക്ക് ലഭിക്കുന്നുണ്ട്. അത് 2024 നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. അത് മികച്ച ഒരു ദൃശ്യാനുഭവം, അതുപോലെ തന്നെ ഒരു നൊസ്റ്റാൾജിക് അനുഭവം. നമ്മുടെ 90s 80s മില്ലേനിയൽ ജനറേഷന് മികച്ച ഒരു നൊസ്റ്റാൾജിക് അനുഭവമായിട്ട് പല്ലോട്ടി 90s കിഡ്സ് തിയേറ്ററിൽ മാറിയിട്ടുണ്ട്. അടുത്തത് ഇനി 13ാം പ്ലേസിൽ നിൽക്കുന്ന സിനിമയാണ്. 13ാം പ്ലേസിൽ കണ്ടിരിക്കുന്ന സിനിമ ജിതിൻ ലാൽ സംവിധാനം ചെയ്തിരിക്കുന്ന ARM അജയന്റെ രണ്ടാം മോഷണം. ഇതിൽ എടുത്തു പറയേണ്ട ഘടകം ടൊവിനോയുടെ 3 ഗെറ്റപ്പ്, കുഞ്ഞിക്കേളുവായും അതുപോലെ അജയനായും മണിയനായും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ടൊവിനോയുടെ ഒരു പകർന്നാട്ടായിരുന്നു. അതിൽ മണിയൻ എന്ന ക്യാരക്ടറിന് മാത്രം പ്രത്യേക ഫാൻ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ 13ാം സ്ഥാനത്തേക്ക് ഈ ഒരു സിനിമയാണ് കാണുന്നത്. അതുപോലെ അജയന്റെ രണ്ടാം മോഷണം ആ ഒരു പറഞ്ഞ കാലഘട്ടം ഏതാണെന്നുള്ള അതിനോട് നീതി പുലർത്തിയ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കഥ. പിന്നെ ആ ഒരു പീരിയോഡിക് ഡ്രാമ 90s അത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാലഘട്ടം കാണിക്കുന്നത് 90s ആണ്. അതിനു മുമ്പ് വളരെ പഴയ കാലഘട്ടമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നാട്ടിലെ ആചാരങ്ങൾ, മിത്തുകൾ, അതുപോലുള്ള സംഭവങ്ങൾ, പിന്നെ രാജാവിന്റെ കാലഘട്ടം, അങ്ങനെയുള്ള അതിലൊക്കെ ആർട്ട് വർക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഈ സിനിമ 3Dയിലും കൂടെ വന്നുകൊണ്ട് അതിലെ 3Dയിലെ വിഷ്വൽ എഫക്ട്സും ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് അണ്ടർ വാട്ടർ സീക്വൻസുകളുണ്ട്. നിധി, അതായത് ഇത് എടുത്തുകൊണ്ട് വിഗ്രഹം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു യാത്രയുടെ സീക്വൻസ് ഒക്കെ 3Dയിൽ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 13ാം സ്ഥാനത്തേക്ക് നമുക്ക് അജയന്റെ രണ്ടാം മോഷണത്തെ പരിഗണിക്കാം. 12ാം സ്ഥാനത്തേക്ക് കാണുന്നത് ഇപ്പോ എന്താണ്, കേരളത്തിലെ അല്ലെ മലയാളത്തിന്റെ മോസ്റ്റ് വയലന്റ് മൂവി എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത് ഇപ്പൊ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലന്റ് ആണ് എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്ന മാർക്കോ അതിന്റെ നിർമ്മാതാക്കളും ഹനീഫ് അദേനി, അതുപോലെ തന്നെ UMF പ്രൊഡക്ഷൻ, ഇതുപോലെ ട്യൂബ്സ് എന്റർടൈൻമെന്റ് ഒക്കെ പറഞ്ഞത് ഇത് മോസ്റ്റ് വയലന്റ് മൂവി എന്നുള്ളതാണ്. അപ്പോൾ ആ പറഞ്ഞ ടാഗ് ലൈനിനോട് അവര് എന്തായാലും നീതി പുലർത്തിയിട്ടുണ്ട്. അതിഗംഭീരമായ വയലൻസ്, അതുപോലെ തന്നെ ഷോർട്സ് ഡിവിഷൻ നമ്മൾ എന്താ പറയുക, KGF പോലുള്ള, സലാർ പോലുള്ള ആ ഒരു വേൾഡിലേക്ക് ബിൽഡ് ചെയ്തിരിക്കുന്ന പോലുള്ള ഇതിന്റെ ഷോർട്സും അതുപോലെ തന്നെ ഉണ്ണിമൂന്നിന്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഈ സിനിമയെ ഒരു നല്ല ദൃശ്യാനുഭവമാക്കി മാറ്റിയിട്ടുണ്ട്. 11ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഒരു മോക്യുമെന്ററി, സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററി. സയൻസ് ഫിക്ഷൻ സിനിമകൾ തന്നെ നമ്മുടെ ലാംഗ്വേജിൽ കുറവാണ്. അതിൽ സയൻസ് ഫിക്ഷൻ മോക്യുമെന്ററി എന്ന് പറഞ്ഞിട്ട് കോമഡിയുടെ മേമ്പൊടിയോടുകൂടി ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫും ഭൂമിയിലെ ജീവിതവും വളരെ രസകരമായി പറഞ്ഞു പോയ ഒരു സിനിമയാണ് ഗഗനചാരി. ഒരു ഗംഭീര തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആണ്. അത് ഡാർക്ക് ഹ്യൂമറും എന്താണ് ഒരു പ്രത്യേകത. നമ്മൾ ആ ഒരു ജോണറിൽ മലയാളത്തിൽ വേറൊരു സിനിമയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗംഭീരമായ പ്രകടനങ്ങളും ഉണ്ട് ഈ സിനിമയിൽ. പ്രത്യേകിച്ച് ഗണേഷ് കുമാറിന്റെയും ആ ഒരു ക്യാരക്ടറും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വളരെ ബഡ്ജറ്റ് ഇത്രയും കുറഞ്ഞ സംഭവത്തിൽ തന്നെ അവർ ചെയ്ത ഇതിനകത്തുള്ള എന്താണ് പറയുക, അന്യഗ്രഹ ഗോളങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ, അവരുടെ വാഹനങ്ങൾ, അതൊക്കെ ചെയ്തിരിക്കുന്ന വളരെ അതിശയിപ്പിക്കുന്ന ഒരു VFX വർക്ക് കൂടി ഇതിന്
വന്നിട്ടുണ്ട്. പോസ്റ്റ് അപ്പോക്കാലിപ്റ്റ് ആ ഒരു സിറ്റുവേഷനിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അതിനകത്ത് ഫ്ലാറ്റിനകത്ത് പെട്ടുപോയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും അവരെ ചുറ്റിപ്പറ്റി പിന്നെ ഒരു എക്സ്ട്രാ ടെറിസ്ട്രിയൽ ഒരു കഥാപാത്രവും വരുന്നു. അങ്ങനെയുള്ള അതീവ രസകരമായ ഒരു മോക്യുമെന്ററി രൂപത്തിൽ പറഞ്ഞുപോയ ഈ സിനിമയും വളരെയധികം തിയേറ്ററിൽ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു. 11ാം സ്ഥാനത്ത് കാണുന്ന ഗഗനചാരി. 10ാം സ്ഥാനത്തേക്ക് കണ്ടിരിക്കുന്ന ഒരു സിനിമ ആഷിഖ് കപൂറിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവായി വന്ന റൈഫിൾ ക്ലബ്. റൈഫിൾ ക്ലബ് എന്ന മൂവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്ന് ഹോളിവുഡ് ലെവലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് നടക്കുന്ന ആ ഒരു കഥയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആഖ്യാന രീതി. ഈ സിനിമ ആ ഒരു രീതിയിൽ വളരെ രസകരമായിട്ടുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള റൈറ്റിംഗ് ആണ്. ഇപ്പൊ ശ്യാം പുഷ്കരനാണെങ്കിലും ദിലീഷ് ആണെങ്കിലും ആ എന്താ പറയാ ആ സിറ്റുവേഷന് യോജിച്ച രീതിയിലുള്ള വൺ ലൈൻ കുറച്ചൊക്കെ അഡൽട്ട് ജോക്കുകൾ ഉണ്ട്, എന്നിരുന്നാൽ തന്നെ അതൊരു ഫാമിലി മൂഡിൽ പറഞ്ഞു പോകുന്ന രീതിയിലാണ് ആ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആഷിഖ് കപൂറിൽ നിന്ന് നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ദൃശ്യാനുഭവം ഒരു റിപ്പീറ്റ് വാച്ചിനുള്ള ഒരു സാധ്യതകളടക്കം തരുന്ന ഒരു സിനിമയാണ് 10ാം സ്ഥാനത്തിരിക്കുന്ന റൈഫിൾ ക്ലബ്. 9ാം സ്ഥാനത്തേക്ക് നമ്മുടെ പുതിയ തലമുറയിൽ നിന്നുള്ള ഒരു ഒരു യങ് ജനറേഷനിൽ നിന്നുള്ള ഒരു ജൻസികളുടെ ഇഷ്ടതാരമായ നസ്ലിന്റെ പ്രേമലു ഗിരീഷേരി ഇപ്പൊ തണ്ണീർമത്തൻ അതുപോലെയുള്ള സിനിമകൾക്ക് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പൊ പ്രേമലു അതിന്റെ എല്ലാ പ്രതീക്ഷകളും സിനിമ ഇറങ്ങുന്നതിനുള്ള പ്രതീക്ഷകൾ ഒക്കെ മറികടന്ന് ഒരു 100 കോടി ക്ലബിലേക്ക് വരെ വളർന്നു. പിന്നെ ആ സിനിമയുടെ കഥ പറഞ്ഞ ഈ ഒരു ജനറേഷന്റെ ഒരു പ്രണയകഥ, ഒരു റോംകോം, അത് അതീവ രസകരമായി തന്നെ യാതൊരു ഏച്ചുകിട്ടലും ഇല്ലാതെ അതുപോലത്തെ അവരുടെ പ്രകടനങ്ങളും നസ്ലേനാണെങ്കിലും ബാക്കി എല്ലാ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റ് ആണെങ്കിലും സംഗീതാണെങ്കിലും എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശൈലിയുടെ പ്രേമലും ഒരു 9ാം സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാവുന്ന ചിത്രമാണ്. ഒരു 8ാം സ്ഥാനത്തേക്ക് വരുന്നത് ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് എന്ന സിനിമ. അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ചർച്ചയായിരുന്നു. കാരണം അത് ഇന്ത്യയിലുള്ള ഒരു ടോപ്പ് ലെവൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ തന്നെ 2ാം സ്ഥാനം 1ാം സ്ഥാനം നേടിയ സിനിമ. 2ാം സ്ഥാനത്ത് വന്ന സിനിമയാണ് ലാപ്പത്ത ലേഡീസായി മാറിയത്. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗംഭീരമായിട്ട് ആ സിനിമ തിയേറ്ററിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ ഉർവശിയുടെയും പാർവതിയുടെയും അവരുടെ തമ്മിലുള്ള ഒരു ഫേസ് ഓഫ്, അവരെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു അവരുടെ തമ്മിൽ വരുന്ന റിലേഷനിൽ വരുന്ന വിള്ളലുകളും ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അവർക്ക് അത് എല്ലാം ഓപ്പണായി പറയാൻ പറ്റാത്ത ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ, ആലപ്പുഴയിലെ പശ്ചാത്തലത്തിൽ ആ വെള്ളത്തിന്റെ വേലിയിറക്കം, ആ മഴയുടെ ഒരു സൗണ്ട് ഡിസൈൻ, ഇതൊക്കെ അതിഗംഭീരമായിട്ട് ആ സിനിമയിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8ാം സ്ഥാനത്തേക്ക് നമുക്ക് ഉള്ളൊഴുക്കിനെ പരിഗണിക്കാം. 7ാം സ്ഥാനത്തേക്ക് വരുന്നത് ഈ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സക്സസ് ഉണ്ടാക്കിയ നടന്മാരിൽ ഒരാളായ ബേസിൽ ജോസഫും അതുപോലെ തന്നെ ഒരു 3-4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന നസ്രിയയുടെയും സൂക്ഷ്മദർശിനി എന്നുള്ള സിനിമ സാധാരണ നമ്മുടെ ബേസിൽ പടങ്ങൾ ഇറങ്ങുമ്പോൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫാമിലി കോമഡി അങ്ങനെയുള്ള ഒരു ജോണർ ആണെങ്കിൽ, കോമഡി ഉണ്ടെങ്കിൽ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഒരു മിസ്റ്ററിയിലേക്ക് മാറി. അതുപോലെ തന്നെ ആ സെക്കൻഡ് ഹാഫിൽ അതിന്റെ കഥ പറഞ്ഞ് ഉണ്ടാകുന്ന കഥയുടെ റെനോവേഷനൊക്കെ തികച്ചും ഭയങ്കര ഞെട്ടിക്കുന്ന രീതിയിലുള്ള കഥ ആഖ്യാന രീതി കൊണ്ട് തന്നെ സൂക്ഷ്മദർശിനി മികച്ചൊരു തിയേറ്റർ വിജയവും അതുപോലെ തന്നെ പ്രേക്ഷക പ്രശംസയും പിടിച്ചു പറ്റി. അതുകൊണ്ട് സൂക്ഷ്മദർശിനിയെ നമുക്ക് ഒരു 7ാം സ്ഥാനത്തേക്ക് പരിഗണിക്കാം. എം സി ജിതിൻ സംവിധാനം ചെയ്ത സൂക്ഷ്മദർശിനി നമ്മൾ 7ാം സ്ഥാനത്ത് വെച്ചു. ഇനി നമ്മൾ 6ാം സ്ഥാനത്തേക്ക്, ഇനി നമുക്കൊരു ടോപ്പ് 5ലേക്ക് അടുക്കുകയാണ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ടോപ്പ് 5, ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 10, ഇത് പലർക്കും പല രീതിയിലായിരിക്കും. ഈ ലിസ്റ്റിൽ പെടാത്ത സിനിമകളും ഉണ്ടാവാം. എന്നാലും 6ാം സ്ഥാനത്തേക്ക് വരുന്നത് ആവേശം എന്നത് തികച്ചും ഒരു തിയേറ്ററിക്കൽ എന്റർടൈൻമെന്റ് എങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നു. അതുപോലെ തന്നെ മലയാളത്തിലല്ലാതെ ഇതിലത്തെ നായകൻ ഫഫ ചെയ്ത രംഗണ്ണൻ എന്ന ക്യാരക്ടറിന്റെ ഓരോ ഡയലോഗും ഇപ്പോൾ യുവാക്കളെ ഏറ്റെടുത്തിരിക്കുന്ന ഡയലോഗുകളാണ്. അതുപോലെ തന്നെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ഈ പടത്തെ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആക്കുന്നത് എല്ലാവരും, വിവേക് ഹർഷൻ എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ വാച്ചിനുള്ള പക്ക എന്റർടൈനർ ആണ്. ഒരുപക്ഷെ OTT റിലീസ് നേരത്തെ എത്തിയിരുന്നില്ലെങ്കിൽ ഇത് ഒരുപാട് കളക്ഷൻ റെക്കോർഡുകൾ ഇനിയും ഭേദിച്ചു പോയേനെ. അങ്ങനെ ഒരു ഭയങ്കര ക്രൗഡ് ടൂർ ആയിട്ട് വന്ന് അതിന്റെ ഇടയിൽ കൂടി തന്നെ ഒരു ഭയങ്കര എൻജോയബിൾ ആയ ഒരു ക്യാരക്ടറാണ് ഫഫ ചെയ്ത രംഗണ്ണൻ എന്നുള്ള ക്യാരക്ടർ. അതുപോലെ തന്നെ അമ്പാൻ എന്നുള്ള ക്യാരക്ടർ. അപ്പോൾ
ഒരു സുഹൃത്ത് ബന്ധം അതൊക്കെ എന്നുള്ള അതിനിടയിലൊക്കെ വരുന്ന ഒരു കഥാപാത്രങ്ങളായിട്ട് ഇപ്പൊ മലയാളികളുടെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ ഈ രംഗണ്ണൻ അമ്പാൻ ആ ഒരു കൂട്ടുകെട്ടിന് സാധിച്ചിട്ടുണ്ട്. അപ്പോ ജീത്തുമാധവന്റെ ഈ ഒരു സിനിമ നമുക്ക് 6ാം സ്ഥാനത്തേക്ക് വെക്കാം. ഇനി നമുക്ക് വരാൻ പോകുന്നത് ടോപ്പ് 5 ആണ്. ടോപ്പ് 5 5ാമതായി വന്നിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ പ്രമേയമാക്കി ചിദംബരം സംവിധാനം ചെയ്ത സിനിമ. ഈ സിനിമ സുഷിൻ ശ്യാം ഒരു സംഭവമാവുമെന്ന് പറയുന്ന പല സിനിമകളും അങ്ങനെ സംഭവിക്കാറാണ്. അതുപോലെ തന്നെ മലയാള സിനിമയുടെ സീൻ മാറ്റും എന്ന് പറഞ്ഞു വന്ന് സീൻ മാറ്റിയിട്ട് കടന്നുപോയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. കറന്റ്ലി നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു ഹിറ്റ് ആയിട്ട് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് നിലകൊള്ളുന്നത്. അത് ഈ സിനിമ തമിഴ്നാട്ടിൽ മാത്രം 50 കോടിയിലധികം കണക്ട് ചെയ്ത് വൻ തരംഗം സൃഷ്ടിച്ച ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. എന്താണ് സർവൈവൽ ത്രില്ലറുകളിൽ ഇന്ത്യയിൽ തന്നെയും പല വിദേശ മാധ്യമങ്ങളും ഇതിനെ വേൾഡിൽ തന്നെയും മികച്ച ഒരു സർവൈവൽ ത്രില്ലറുകളുടെ കൂട്ടത്തിലേക്ക് ഇതിനെ എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു കഥ സിനിമ ഇറങ്ങുന്നതിനും അറിയാവുന്ന തന്നെ പലരും ഇതിനെ ഓവർ റേറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ സിനിമ എല്ലാവരുടെയും പലരുടെയും ടോപ്പ് 5 ഈ വർഷം വരുന്ന ഒരു സിനിമയായി മാറിയത് അതിന്റെ മേക്കിംഗ് കൊണ്ട് തന്നെയാണ്. കാരണം ഗുണ കേവ് എന്നുള്ള സംഭവം എന്താ 3-4 കോടി മുടക്കി സെറ്റ് ഇട്ടിട്ട് അതിന്റെ ഇപ്പോ അവിടേക്ക് പ്രവേശനം ഇല്ലാത്ത ഒരു സ്ഥലത്തിന് അതേ ആംബിയൻസിൽ നമുക്ക് അജയൻ ചാലിശ്ശേരി നിർമ്മിച്ചു തന്നിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ അതിഗംഭീരമായ പ്രകടനം, ആ സുഹൃത്തിന് വേണ്ടി സുഹൃത്ത് ബന്ധങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം പോവും എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഒരു സിനിമയാണിത്. അത് റിയൽ ലൈഫിൽ നടന്നതാണെന്ന് കൂടി അറിയുമ്പോഴാണ് ആ സുഹൃത്ത് ബന്ധങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന ആ ഒരു സിനിമ. സുഷിൻ ശ്യാമിന്റെ അതിഗംഭീരമായ മ്യൂസിക്കോടും കൂടി ഈ സിനിമ വന്നിരിക്കുന്നത്. അത് ക്യാമറയുടെ മുന്നിലും പുറകിലും എല്ലാം പ്രതിഭകൾ നിറഞ്ഞ ഈ സിനിമ പറവ ഫിലിംസിന്റെയും മലയാള സിനിമയുടെയും ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെ മാറുകയാണ് ഉണ്ടായത്. 4ാമത് പരിഗണിക്കുന്ന സിനിമ ആടുജീവിതം. ആടുജീവിതം നമുക്കറിയാം 2008 ബെന്യാമിൻ എഴുതി ഒരുപാട് പ്രവാസി മലയാളികളുടെ അടക്കം എല്ലാ മലയാളികളുടെയും ലോകത്ത് തന്നെ ചർച്ചയായിട്ടുള്ള ഒരു ഒരു നോവലാണ് ആടുജീവിതം. അപ്പൊ ആ നോവലിനെ പ്രമേയമാക്കി ബ്ലസ്സി വർഷങ്ങളായി നമുക്കറിയാം കോവിഡ് വന്നു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഒടുവിൽ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം. പക്ഷേ നിർമ്മാതാക്കളെ അടക്കം അതിന്റെ അണിയറ പ്രവർത്തകരെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് ഗംഭീരമായ കൊമേഴ്ഷ്യൽ സക്സസ് ആ സിനിമയ്ക്കുണ്ടായി. കാരണം ആ കഥ പറഞ്ഞിരിക്കുന്ന രീതി, ഒരു സർവൈവൽ ത്രില്ലർ, ഇതിന് എത്രത്തോളം പ്രേക്ഷകരിലെ ഇടയിലെ അതിലൊരു പ്രേക്ഷകരുണ്ടാവും, പക്ഷെ ഇത്ര കണ്ടുള്ള ഒരു സ്വീകരണം ആരും പ്രതീക്ഷിച്ചില്ല. കാരണം പക്ഷെ അതിന്റെ പെർഫോമൻസ്, തിയേറ്റർ പെർഫോമൻസ് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു വലിയ ബൂസ്റ്റാണ് നൽകിയത്. കാരണം മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം എടുത്തു നോക്കിയാൽ തന്നെ ഏറ്റവും അധികം സക്സസ് നേടിയ മലയാള സിനിമ ഹിസ്റ്ററിയിലെ സിനിമകൾ പലതും കഴിഞ്ഞ 2024 എന്ന വർഷത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് ആടുജീവിതം എന്നുള്ള സിനിമ. അതുപോലെ പൃഥ്വിരാജ് സുകുമാരന്റെ അതിഗംഭീരമായ പെർഫോമൻസ്, AR റഹ്മാന്റെ മ്യൂസിക്, വർഷങ്ങൾക്ക് ശേഷമാണ് AR റഹ്മാൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്, ഒന്നിലധികം തവണ കാണാനുള്ള ഗംഭീരമായ വിഷ്വൽസും നിറഞ്ഞ ഒരു സിനിമയാണ് ആടുജീവിതം. അതിലൊരു സീനിൽ പൃഥ്വിരാജ് വെയിറ്റ് ലോസ്, അത്രയും 0 വെയിറ്റ് എന്ന് തന്നെ പറയുന്ന രീതിയിലേക്ക് ആ രംഗങ്ങളൊക്കെ തിയേറ്ററിൽ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് 2024 ഏറ്റവും ഐക്കോണിക് മൊമെന്റുകളിൽ ഒന്നായിട്ട് തന്നെ പിന്നീട് മാറുകയാണ് ഉണ്ടായത്. അപ്പോ 4ാം സ്ഥാനത്തേക്ക് ആടുജീവിതം വരുന്നു. ഇനി 3ാം സ്ഥാനത്തേക്ക് വരുന്നത്, ഈ കാലഘട്ടത്തിൽ ആര് ധൈര്യപ്പെടും ഇങ്ങനെയുള്ള ഒരു സിനിമ എടുക്കാൻ? എങ്ങനെയുള്ള സിനിമ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. അപ്പൊ 3ാം സ്ഥാനത്തേക്ക് ഭ്രമയുഗം. രാഹുൽ സദാശിവൻ ചെയ്ത ഭ്രമയുഗം ഒരേ സമയത്ത് തന്നെ അതിന്റെ പുതുമ, അതിന്റെ പരീക്ഷണം കൊണ്ടും മറ്റേ സൈഡിൽ അതിന്റെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് കൊണ്ടും. കാരണം പ്രേതം, ഭൂതം, ചാത്തൻ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ആ ഹൊറർ എപ്പോഴും നമുക്ക് ഏത് ഭാഷയിലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു സക്സസ് സാധ്യതയുള്ള സബ്ജക്റ്റ് കൂടിയാണ്. അതില് ടോട്ടൽ 5 കഥാപാത്രങ്ങൾ, അതിൽ സ്ഥിരമായിട്ട് 3 കഥാപാത്രങ്ങൾ, മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുന അശോകൻ, ഇവർക്ക് വലിയൊരു സ്ക്രീൻ പ്രൈസ്. ഇത്ര ആൾക്കാരെ വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു മനയ്ക്കകത്ത് നടക്കുന്ന ഒരു കഥ അതിഗംഭീരമായിട്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട്. അതിന് ഒരു കൊമേഴ്ഷ്യൽ സക്സസും ഉണ്ടായി. ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കിയത്. ഇപ്പോഴും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഇത് ഷൂട്ട് ചെയ്ത് ഇറക്കുന്ന റിസ്ക്കും, അത് തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ എന്ത് ചെയ്തിരിക്കും എന്നുള്ള ചിന്തയും, അതാണ് ആ സിനിമയിൽ മഴ പെയ്യുന്ന രംഗങ്ങളും, ആ ഒരു കോൺട്രാസ്റ്റ്, ഒരു ഗ്രേ ബ്ലാക്ക് വൈറ്റ് ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് അത് ഒരു ദൃശ്യാനുഭവമാക്കി മാറ്റുന്നത്.
പിന്നെ ഈ ഒരു സിനിമ ആ ഒരു കാലഘട്ടം പറയുന്നതിന് ഇതിനേക്കാൾ നല്ലൊരു എന്താണ് കളർ പാറ്റേൺ എന്താണുള്ളത് എന്നുവരെ ചിന്തിപ്പിച്ച ഒരു സിനിമയാണ് ഭ്രമയുഗം. പിന്നെ ചാത്തനായിട്ട് മമ്മൂട്ടിയുടെ അതിഗംഭീരമായ പകർന്നാട്ടവും നമ്മുടെ ഇൻഡസ്ട്രിയുടെ ലെജൻഡറി ആക്ടർമാരിൽ ഒരാളായി തന്നെയായ മമ്മൂട്ടി അത്തരമൊരു റോൾ ഏറ്റെടുത്തിട്ട് ഒരു ആന്റഗോണിസ്റ്റ് ആയിട്ട് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അത് സിദ്ധാർത്ഥ് ഭരതനും അർജുൻ അശോകനും കൂടെ നിന്ന് സപ്പോർട്ടും ചെയ്തു. അതിഗംഭീരമായ തിയേറ്റർ അനുഭവമാണ് ഭ്രമയുഗം സമ്മാനിച്ചത്. മലയാള സിനിമയിൽ ഇന്ത്യക്കകത്തും പുറത്തും ചർച്ച കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. അപ്പോ 3ാം സ്ഥാനത്തേക്ക് കരുതുന്നത് ഭ്രമയുഗത്തെയാണ്. 2ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ വർഷം ബേസിൽ ജോസഫിനെ പറഞ്ഞ പോലെ തന്നെ ബേസിൽ ജോസഫ് ഒരു വളർന്നു വരുന്ന ഒരു താരം, ജനപ്രിയ താരം എന്ന നിലയിലേക്ക് വളർന്ന താരം. പക്ഷെ നമ്മൾ എപ്പോഴും മലയാളികൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻഡസ്ട്രിയിൽ വന്ന ഒരു താരമുണ്ട്, ആസിഫ് അലി. അപ്പൊ ആസിഫ് അലിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു സിനിമയുടെ ഒരു പ്രോഗ്രസ് നോക്കിയാൽ നമുക്കറിയാം, ആള് മാറ്റി പിടിച്ചിരിക്കുകയാണ്, ഗിയർ മാറ്റി പിടിച്ചിരിക്കുക, ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങൾ. അതില് 2ാം സ്ഥാനത്തേക്ക് ആസിഫ് അലിയുടെ കിഷ്കിന്ധ കാണ്ഡം. ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റാണ് കിഷ്കിന്ധ കാണ്ഡം. കിഷ്കിന്ധ കാണ്ഡം ആസിഫ് അലിയുടെ വിജയരാഘവന്റെ പെർഫോമൻസ്, അതിന്റെ കൂടെ തന്നെ ആ സിനിമയുടെ സംവിധാന മികവും ആ കഥയുടെ ഒരു എന്താ പറയാ ആഖ്യാന രീതി, ദിൽജിത്ത് അയ്യത്താന്റെ അതിഗംഭീരമായ സംവിധാനം, അതുപോലെ തന്നെ ബാബുൽ രമേഷിന്റെ റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് അവസാന സെക്കൻഡുകളിൽ സ്ക്രിപ്റ്റ് മാറി മറിഞ്ഞ് ആ ഒരു ട്വിസ്റ്റും അതൊരു ഞെട്ടലല്ലാതെ ആ ഒരു സിനിമ കാണുക. കാരണം സിനിമ ആദ്യാവസാനം വരെ നമ്മളെ അതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന രീതിയിലാണ് കൊണ്ടുപോയത്. അതെല്ലാം ഒരു ബ്ലഫായിരുന്നു എന്ന് ക്ലൈമാക്സില് അല്ലെങ്കിൽ ക്ലൈമാക്സോട് അനുബന്ധിച്ചാണ് നമ്മൾ അറിയുന്നത്. മജീദിന്റെ മ്യൂസിക് എന്താ പറയാ ഒരു കാടിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ വേറെ ഏതോ ലോകത്തേക്ക് കൂട്ടി പോകുന്ന രീതിയിലുള്ള അതിഗംഭീരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്ക് കൂടുതൽ ഇമ്പാക്ട് തിയേറ്ററിൽ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോ 2ാം സ്ഥാനത്തേക്ക് കിഷ്കിന്ധ കാണ്ഡം വരുന്നു. ഇനി ദ ന്യൂമറോ യുനോ ദ നമ്പർ 1 2024 തിയേറ്ററിൽ ഏറ്റവും അധികം അത് എന്താ പറയാ, ഇത് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ എന്ന രീതിയിലേക്ക് വന്ന സിനിമയാണ് ആനന്ദ് ഏകർഷിയുടെ ആട്ടം എന്നുള്ള സിനിമ. ഒരുപാട് ലെയറുകളുള്ള സിനിമയാണ്. നമ്മൾ ആ സിനിമ കാണുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ്, അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി പിടിക്കുന്നതിനൊപ്പം തന്നെ അതിനെ എങ്ങനെ ആസ്വാദകരിലേക്ക് എത്തിക്കാൻ കൂടി സാധിക്കുമെന്ന് ആനന്ദ് ഏകർഷി ഇതിനകത്ത് കാണിച്ചു. കാരണം അദ്ദേഹത്തിന് ഒരു ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ സിനിമയിലെ പല സീനുകളിലും നമ്മൾ ഒരു ഡ്രാമ പോലെ ഒരു സ്റ്റേജ്ഡ് സിറ്റുവേഷൻ ആണ്. അതിനകത്ത് കഥാപാത്രങ്ങളുടെ അതിഗംഭീരമായ പകർന്നാട്ടമാണ്. വിനയ് ഫോർട്ട് ആണെങ്കിലും അതുപോലുള്ള നമ്മൾ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട്, അവർക്കൊക്കെ ശക്തമായ ഡ്രാമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തൊരു സിനിമയായിരുന്നു ആട്ടം. അതുപോലെ തന്നെ മികച്ച ചിത്രം, മികച്ച സംവിധാനമടക്കം ഒരുപാട് അവാർഡുകൾ നാഷണൽ അതുപോലെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലടക്കം പോകുന്ന രീതിയിലേക്ക് ആട്ടം പിന്നീട് വളർന്നു. ഒരു അതിഗംഭീര തിയേറ്റർ അനുഭവമായിരുന്നു ആട്ടം. കാരണം ഈ സാധാരണ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയില്ല, അവാർഡ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ ജനം തിയേറ്ററിൽ നിന്ന് അകലുകയും, പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്കൊക്കെ അവാർഡ് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ആഖ്യാന രീതിയും പെർഫോമൻസും അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിനൊന്ന് കോമ്പീറ്റ് ചെയ്താണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഈ 15 സിനിമകളാണ് മലയാള സിനിമയിൽ 2024 അവസാനിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന സിനിമകൾ. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ പെടാത്ത ഒരുപാട് വേറെ സിനിമകൾ എന്റെ അടുത്താണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അതുപോലെ തന്നെ വിശേഷം, പിന്നെ ബോക്സ് ഓഫീസ് സക്സസ്ഫുൾ ആയ മൂവിയുണ്ട് വാഴ, ഗുരുവായൂർ അമ്പലനടയിൽ വർഷങ്ങൾക്ക് ശേഷം. ഇങ്ങനെയുള്ള സിനിമകൾ നമുക്ക് ഈ ഇതിലേക്ക് പരിഗണിക്കാവുന്ന സിനിമകളുണ്ട്. ആസിഫ് അലിയുടെ സിനിമകൾ അഡിയോസ് അമീഗോ, ലെവൽ ക്രോസ്, തലവൻ, ഇങ്ങനെ ഒന്നിലധികം നല്ല ചിത്രങ്ങൾ വേറെയും ഒരുപാട് ഈ ലിസ്റ്റിലേക്ക് ഇനിയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 5 എങ്ങനെയായിരിക്കും എന്ന് താഴെ കമന്റ് ചെയ്യുന്നു. അപ്പോൾ 2025 ഇതുപോലുള്ള മികച്ച സിനിമകളിലൂടെ, അതായത് ഇന്ത്യൻ സിനിമയിൽ എക്കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ് മലയാള സിനിമ. അപ്പോൾ മലയാള സിനിമയ്ക്ക് കേരളത്തിന് പുറത്തേക്കും കൂടി ഒരു നല്ല റീച്ച് ഉണ്ടായ ഒരു വർഷമാണ് 2024. 2025 അങ്ങനെ തന്നെയാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. സീ യു അഗൈൻ.